TV. മോനെ ഇത് കണ്ടോ? വീണ്ടും വലിയ TV. ഏതാ വേണ്ടത് നിനക്ക്? ഒന്നും നോട്ട് ചെയ്യണം. ഫ്രിഡ്ജ്, അലമാരി പോലത്തെ ഫ്രിഡ്ജ്. ഇതും കൂടെ വേണമെങ്കിൽ ലിസ്റ്റ് കിട്ടോ. ലാസ്റ്റ് എടാ AC വർക്ക് ചെയ്യാത്തപ്പോഴേ നമുക്ക് ഓരോ കൂളറും കൂടെ നാട്ടുകാർക്ക് കൊടുക്കാം. അളിയാ ഓവൻ വേണം. അളിയാ എയർ ഫ്രയർ. അയ്യോ അത് വിട്ടുപോയി. എയർ ഫ്രയർ നമ്മുടെ സ്റ്റോക്ക് തീർന്നായിരുന്നു. എല്ലാം കൂടെ 1,50,000 സെറ്റാണ്. അളിയാ സാധനങ്ങളൊക്കെ റെഡിയാണ്. ലോറിയിലെല്ലാം സാധനങ്ങൾ ലോഡ് ചെയ്തിട്ടുണ്ട്. വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. கொஞ்சம் பனிமா ரூட்டு தனிமா ஐயோ என்றமா வாயாடி மீன் பாடி பாடி பாப்போம் விளையாடு தாய் கிளவி தாய் கிளவி தாய் கிளவி தாய் கிளவி ലോകമെമ്പാടുമുള്ള എല്ലാ സൂര്യ TV പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് നിങ്ങളുടെ സ്വന്തം മൈജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ. Co-branded by KSFE Harmony ചുറ്റികൾ. സ്പെഷ്യൽ പാർട്ണർ ISSD. ഒരു ജോലിക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ ISSD യിൽ പഠിക്കൂ. And happy pickers. അപ്പൊ നമ്മുടെ കൂടെയുള്ളവരെ രണ്ടുപേരെ നമുക്ക് പരിചയപ്പെടുത്തണം അല്ലേ? അത് നമ്മുടെ സ്വന്തം ആള് കൈലാസ്. രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ ഷോയിൽ വരുന്നത് അല്ലേ അളിയാ? അളിയാ അത് നമ്മുടെ സ്വന്തം ആളെങ്കിലേ ഇത് സൂര്യ ടിവിയുടെ സൂര്യ തേജസ്സുള്ള മുഖം ഭാവന അക്ക സ്റ്റെഫി. വർഷങ്ങളായിട്ട് നമ്മൾ സൂര്യ ടിവിയുടെ കൂടെ ഉണ്ട്. എത്ര വർഷമായി? ഒത്തിരി വർഷമായിട്ട് ഇപ്പൊ സൂര്യ ടിവിയുടെ കൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഭാവനയുടെ ക്ലൈമാക്സ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം നിങ്ങൾ ഒരുപാട് പേര് എന്നോട് ചോദിച്ചു കേട്ടോ, ഇത്രയും പെട്ടെന്ന് എന്തിനാണ് നിർത്തിയതെന്ന് ചോദിച്ചു. എത്ര എപ്പിസോഡായി? 1053. അതൊരു Great. ഗ്രേറ്റ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് ആണ് എന്റെ കരിയറിൽ. താങ്ക് യു സോ മച്ച് ഗോഡ് ആൻഡ് സൂര്യ ടിവി. അത്രേ എനിക്ക് പറയാനുള്ളൂ. പെരിന്തൽമണ്ണ വള്ളുവനാടിന്റെ തലസ്ഥാനം, മാമാങ്കത്തിന്റെ നാട്, മഹാകവി പൂന്താനത്തിന്റെ നാട്, EMS നമ്പൂതിരിപ്പാടിന്റെ നാട്. അങ്ങനെ നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട നാടായ പെരിന്തൽമണ്ണയിലാണ് ഇന്ന് മൈജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ. Let us all welcome the contestants. പെരിന്തൽമണ്ണ നമ്മൾ പറഞ്ഞു. നമ്മൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പെരിന്തൽമണ്ണയിലുള്ള ലൂഗി ഭവൻ ക്യാമ്പസിലെ സെന്റ് ജോസഫ്സ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലാണ്. ശരി, അപ്പൊ നമുക്ക് ഇവിടെ നമ്മുടെ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്ര പേര് എത്തിയിട്ടുണ്ട്? 6 പേര് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് 2 പേരെ കൂടെ സെലക്ട് ചെയ്യണം, ഒരു 3 പേരെ കൂടെ സെലക്ട് ചെയ്യണം എന്നാണ്. ഒഡീഷയിൽ ഇവർക്ക് 4 പേർക്കുമാണ് ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്. നിങ്ങൾക്കൊക്കെ മത്സരിക്കാം, നമ്മൾ അറിയാലോ. നമുക്ക് ഓരോ റൗണ്ട് കഴിയും തോറും ഇവർ എലിമിനേറ്റ് ആവുന്ന അനുസരിച്ച് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ഉള്ള അവസരം കിട്ടും. അപ്പൊ നിങ്ങളിൽ നിന്ന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് ലഭിക്കുന്ന ടാസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും 30 സെക്കൻഡ് സമയം വീതം തരും. നിങ്ങളെ കുറിച്ച് നിങ്ങൾ പൊക്കി പറഞ്ഞ് ഞങ്ങളെ ഇംപ്രസ് ചെയ്യിക്കണം. സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളെ പറയാം. എന്റെ പേര് ഫെബീറയാണ്. അങ്ങോട്ട് നോക്കി. എനിക്ക് 52 വയസ്സായി. ഞാൻ ചാടും, ഞാൻ നീന്തും, ഞാൻ സൈക്കിൾ ഓടിക്കും. പിന്നെ ചിലപ്പോൾ കുറച്ച് രോഗികളെ പരിശോധിക്കും. പിന്നെ കാരണം എന്റെ ജോലി അപ്പോത്തിക്കിരി പണിയാണ്. അതുകൊണ്ടാണ്. ഏത് തരം രോഗികളെയാണ്? കിടപ്പിലായ രോഗികളെ അധികം. ശരി, ഇതിനെ കൊണ്ട് വെച്ചാലോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നേ ദിവസം ഇന്നിവിടുത്തെ ഇൻട്രോ പറഞ്ഞ മഹത് വ്യക്തികൾ പറയാൻ വിട്ടുപോയൊരു പേരുണ്ട്. പൂന്താനത്തെ കുറിച്ച് പറഞ്ഞു, പെരിന്തൽമണ്ണയെ കുറിച്ച്, പെരിന്തൽമണ്ണ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു. പക്ഷേ ഒരു വലിയ കാൻഡിഡേറ്റിന്റെ കാര്യം പറയാൻ മറന്നുപോയി. അത് മറ്റാരുമല്ല സുഹൃത്തുക്കളെ, നോം തന്നെയാണ്.
സ്വയം പൊങ്ങിയതാ. ഇതിനേക്കാളും വൃത്തിയായിട്ട് സ്വയം അങ്ങനെ വേറെ ആർക്കെങ്കിലും പറ്റുമോ? ഇല്ല, ഇല്ല, ഇല്ല. ഡെഫിനറ്റ്ലി പറ്റൂല. പറ്റുമോ? ഏയ്. Definitely പറ്റില്ല. ഹലോ, ഓ. ഞാൻ നദീറ. അവിടെ. ഞാൻ ഫിറ്റ്നസ് ട്രെയിനർ ആണ്. ആ. കുറച്ച് പേർക്കൊക്കെ ഫിറ്റ്നസ് ചെയ്യുന്നുണ്ട്. പറ. മഞ്ജു വാര്യർ വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. കാര്യം എന്താ? അവർ നല്ല ആൾക്കാർ വേറെ ഉണ്ട്. ചേച്ചിക്ക് എത്ര വയസ്സുണ്ട്? എനിക്ക് 49. 49. 2 പുഷപ്പ് എടുത്ത് കാണിച്ചു. 1, 2, 3, 4, 5. മതി, വാ എനിക്ക്. നമ്മുടെ എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. എനിക്ക് തോന്നുന്നു ശക്തിയുടെ കാര്യത്തിൽ നമ്മുടെ ഫിറ്റ്നസ് ട്രെയിനറെ നമുക്ക് സെലക്ട് ചെയ്യാം, ഇല്ലേ? അങ്ങനെയാണെങ്കിൽ ബുദ്ധിയുടെ കാര്യത്തിലേ ബുദ്ധി ഇല്ലായ്മയുടെ കാര്യത്തിൽ നമുക്ക് ഡോക്ടറിനെ സെലക്ട് ചെയ്യാം. അപ്പൊ ഡോക്ടർ വേഴ്സസ് ഫിറ്റ്നസ് ട്രെയിനർ, നിങ്ങൾക്ക് ഹാപ്പി അല്ലേ? അങ്ങനെ നമ്മുടെ മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ കൂടെ 2 ചുണക്കുട്ടികൾ എത്തിയിട്ടുണ്ട്, ഒരു ഫിറ്റ്നസും ഒരു ബുദ്ധിയും. ഞാൻ ഫെബീന. ഫെബീന എന്ത് ചെയ്യുന്നു? ഞാൻ ഫിസിയാട്രിസ്റ്റ് ആണ്. ഫിസിയാർട്ടിസ്റ്റ്. അതെന്താ ആർട്ടിസ്റ്റാ? ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ. ഞാൻ ഇതിനെ ഏറ്റ്. ഹാപ്പി ബർത്ത്ഡേ അളിയ. ചേച്ചി ഈ ഇടയ്ക്കാണോ നമ്മുടെ 10ാം ക്ലാസ് പരീക്ഷയ്ക്കൊക്കെ പോയിരിക്കുന്നു എന്ന് കേട്ടു? അതെന്താ കാര്യം? എനിക്ക് ഫിറ്റ്നസ് ട്രെയിനറിന് ഒരു എക്സാം എഴുതണമെങ്കിൽ 10ാം ക്ലാസ് പാസ്സാവേണ്ടിയിരുന്നു. അതിനുവേണ്ടി 10ാം ക്ലാസ്? ആ, അത് ചെയ്യാതെ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് 2 മിടുക്കികൾ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് മത്സരത്തിലേക്ക് പോവാല്ലേ? അറിയാലോ ഞങ്ങൾ അടിച്ചു കയറിയ മത്സരം എന്താണ്. ആദ്യത്തെ ലെവല് നിങ്ങൾക്ക് ലഭിക്കുന്ന 5000 രൂപയുടെ സമ്മാനങ്ങളാണ്. ഒരു തേപ്പോട്ടി കിട്ടും, എയർ ഫ്രയർ, ഒരു എയർ ഫ്രയർ. എയർ ഫ്രയർ ആവശ്യമാണ്. ഡയറ്റ് ഒക്കെ നോക്കുന്ന ആൾക്കാർക്ക് നമുക്ക് നീ കുറച്ച് നീങ്ങി നിൽക്കണേണ് നല്ലത്. എനിക്ക് കംഫർട്ടബിൾ ആണ്. എനിക്ക് ഇങ്ങനത്തെ ഏരിയ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അട്രാക്റ്റഡ് ആവും. ജീവിതത്തിൽ എന്റർടൈൻമെന്റ് അത്ര ഇഷ്ടം. അതൊന്നുമില്ല ചേച്ചി, യു ആർ സൂപ്പർ എന്റർടൈനിങ് കേട്ടോ. അതൊന്നുമില്ല, ചുമ്മാ പറയുന്നത് ഇതൊക്കെ. അതെ. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഉരുട്ടി മാത്രമേ ഇടാവൂ. ഇവിടെ നിന്ന് ഇങ്ങനെ ഉരുട്ടി അതിലേക്ക് ഇടണം ബോൾസ്. കണ്ടല്ലോ ചേച്ചി, 60 സെക്കൻഡിനുള്ളിൽ ആദ്യം 3 ബോൾ ആദ്യം ആരിടുന്നു അവര് ജയിക്കും. അപ്പൊ ഇതാ നിങ്ങളുടെ മത്സരം തുടങ്ങുന്നു. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഒന്നുകൂടെ ശ്രദ്ധിച്ചേക്കാൻ പറ്റും. തട്ടിയിടണമെന്നില്ല. അതുപോലെ ഉരുട്ടിയിട് ചേച്ചി. നോക്കി 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 എനിക്ക് സത്യം പറഞ്ഞ എന്താണ് സംഭവിക്കണമെന്ന് അറിഞ്ഞൂടാ. ഇവർ രണ്ടുപേരും കൂടെ ഒരു ടീമാണോ, ഇത് മാത്രം ഒരു ടീമാണോ? അവിടെ 3 ബോൾ ഉണ്ടല്ലോ. നീ ഇതിന്റെ ഇടയിൽ കൊണ്ടിരുന്ന ഞാൻ കണ്ട് കള്ള. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടാ, ഒരു ബോൾ പോലും വീണില്ല. അളിയത് എങ്ങനെയായിരുന്നു ഗെയിമിലെങ്കിലും ശ്രമിച്ചു നോക്കാം. ഇങ്ങനെയൊക്കെ ജയൻ മറ്റേ ശരപഞ്ചരത്തിൽ കുതിരയെ തടവാൻ നിൽക്കണോ? മാറി നിൽക്കൂ. മറ്റേ ക്യാരംസ് കളിക്കൂലേ, ഇങ്ങനെയൊക്കെ. നമ്മുടെ ചേച്ചി നല്ല 1.5 മത്സരം കാഴ്ചവെച്ചാണ് ജയിച്ചിരിക്കുന്നത്. 5000 രൂപ. ഒരു എയർ ഫ്രയറും തേപ്പോട്ടിയും പറഞ്ഞതുപോലെ അടിച്ചു കയറിവ തന്നിരിക്കുകയാണ്. ഇത്രയും പേര് ഇവിടുന്ന് കൈയടിച്ച് രസിക്കുകയല്ലേ. അപ്പൊ അവരെ കുറച്ചും കൂടെ രസിപ്പിക്കാനായിട്ടാണ് ഈ 2 ഗിഫ്റ്റ് നമ്മളിവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ചട്ടമ്പി പാറു സീരിയലിലെ പാറുവിന്റെ അമ്മയുടെ പേരെന്താണ്? അറിയാവുന്ന ഒരു കൈവെക്കൂ. സീമാജി നായർ. ഡീപൂൾ കാർ ഷാമ്പു നൽകുന്ന ഒരു മനോഹരമായ സമ്മാനം. നിങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ട സീരിയലാണ് സ്വയംവര പന്തൽ അല്ലേ? അതില് സൂര്യക്ക് വീട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ടത് ആരെയാണ്? അച്ഛനെ. മുംതാസ് ഗോൾഡ് പ്രീമിയം ക്വാളിറ്റി ബിരിയാണി റൈസ് ആണ് ചേച്ചി കിട്ടുന്നത്. പോയി കിടിലം ബിരിയാണി ചോദിച്ചോളി. ബ്രോ, ഈ ചട്ടമ്പി പാറുവിലെ ബ്രോയ്ക്ക് ഇഷ്ടപ്പെട്ട ക്വാളിറ്റീസ് എന്തൊക്കെയാ? വളരെ സിമ്പിൾ ആണ്. ഓക്കെ. സ്വന്തം കുടുംബത്തോട് ഇത്രയും സ്നേഹമുള്ള ഒരു വ്യക്തി വേറെ ഇല്ല എന്റെ കാഴ്ചപ്പാടിൽ. അതുകൊണ്ട് തന്നെ എനിക്ക് കയറി അങ്ങ് ഇഷ്ടപ്പെട്ടു. എന്നെയും അത്രയ്ക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താമസിയാതെ തന്നെ പ്രേമം പറയണം. പ്രേമം പറഞ്ഞ നിങ്ങൾ തമ്മിൽ ചേരണം. അമ്മച്ചി കൈയടിക്കണ്ട. അപ്പൊ നമുക്ക് ലെവൽ 2ലേക്ക് പോയാൽ അളിയാം. ഈ ലെവൽ 2ന്റെ ഒരു പ്രശ്നമുണ്ട്. ആ ലെവൽ 2ന് നമ്മൾ ജയിച്ചിരിക്കണം. ജയിച്ചില്ല എന്നുണ്ടെങ്കിലേ അപ്പുറത്തെ ആൾ ഇതും കൂടെ അങ്ങോട്ടും കൊണ്ടു കേട്ടോ. ഞാൻ ഇങ്ങോട്ടൊരു കാര്യം പറയാം. ഈശ്വര ഇതിന് മനസ്സിലാവോ എന്തോ. ഒന്നും മിണ്ടുന്നില്ല. അയ്യോ, അനങ്ങി കാണിക്കോ. ഇതിൽ കൂടെ നമ്മൾ തോറ്റ് കഴിഞ്ഞാൽ നമ്മൾ എലിമിനേറ്റ് ആവും. നമ്മൾ പോകണോ വേണ്ടെന്ന് ഓഡിയൻസ് തീരുമാനിക്കും. എന്ത് രസമുള്ള കാര്യം. പോകണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോയിട്ട് ഈ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് ഒരാൾക്ക് പങ്കെടുക്കാൻ പറ്റും. അവസരം കൊടുക്കണം ബാക്കിയുള്ളവർക്ക്. ഓ
പ്രതീക്ഷ പോയി. അങ്ങനെയൊക്കെ പറയാലോ. ലെവൽ 2-ൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10,000 രൂപയുടെ സമ്മാനമാണ്. അങ്ങനെ ഓൾ ടുഗെദർ നിങ്ങൾക്ക് 15,000 രൂപയുടെ സമ്മാനങ്ങളാണ് ലഭിക്കുന്നത്. അടുത്ത ലെവലിലേക്ക് പോണതിന് മുന്നേ നിങ്ങൾ ഓർത്തിരിക്കുക, നേരെ പോയി KSFE ഹാർമണി ചിട്ടികളിൽ ചേരുക. ആദ്യം ചേരുന്ന 100 പേർക്ക് സിംഗപ്പൂരിലേക്ക് ഒരു ബമ്പർ സമ്മാനം യാത്ര. അപ്പൊ ദാ നിങ്ങളുടെ മുമ്പിലുള്ളത് ബിരിയാണിയാണ്, ചിക്കൻ ബിരിയാണി. നിങ്ങളുടെ കയ്യിൽ ഇതാ ഞങ്ങൾ സ്പൂൺ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. കൈ ഉപയോഗിക്കുമ്പോൾ ഈ സ്പൂൺ വെച്ച് കോരി മാക്സിമം ഫുഡ് കഴിക്കുക. നിങ്ങൾക്ക് 60 സെക്കൻഡ് സമയമാണ്. ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ആള് വിജയിക്കും. പക്ഷേ താഴെ വീടില്ലേ, വീഴാൻ പാടില്ല. അത് കൗണ്ട് ചെയ്യും. അതും കൗണ്ട് ചെയ്യും. Yes. താഴെ ഏറ്റവും കൂടുതൽ മെസ്സാക്കി കഴിഞ്ഞാൽ നിങ്ങൾ തോക്കും. അപ്പൊ നിങ്ങളുടെ സമയം ഇവിടെ ആരംഭിക്കുകയാണ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പതുക്കെ മതി. ലെഫ്റ്റ് കഴിഞ്ഞാ റൈറ്റ്. റൈറ്റ്. പതുക്കെ. അതെ, ഇനി റൈറ്റ്. ലെഫ്റ്റ് എടുക്ക്. അളിയാ അടിപൊളി. നന്നായിട്ട് തിന്നുന്നുണ്ട് കേട്ടോ. പിന്നെ അല്ലാതെ ജിമ്മിൽ പോണ വെറുതെയാണ് ഇവിടെ. അതല്ല അവിടുത്തെ കാര്യമാ പറഞ്ഞ. ഞങ്ങള് പിന്നെ ഇതുവരെ വളരെ ചികിത്സിക്കുന്ന ശരിയാണ് വെറുതെയാണ്. ചെയ്യുന്നത് കേട്ടോ. അങ്ങോട്ട് അരച്ചരച്ച് കഴിക്കും. ടീം ജയിച്ചോണ്ടിരിക്കുകയാണ്. നമ്മളെ ടീം ജയിച്ചോണ്ടിരിക്കുകയാണ്. നമ്മളെ ടീം ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അയ്യോ, അപ്പുറത്ത് തോറ്റല്ലോ, വീണ്ടും തോറ്റല്ലോ. എന്റെ ഒരു അഭിപ്രായത്തിൽ രണ്ടുപേരും ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമായിരുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചേച്ചി അത്യാവശ്യം കഴിച്ചു, പക്ഷെ അതിനേക്കാൾ ഒരു പടി മുന്നിലായിട്ട് നമ്മുടെ നദി ചേച്ചിയാണ് നിൽക്കുന്നത് എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അപ്പൊ എന്റെ പൊന്നു ചേച്ചി, നമ്മൾ പറഞ്ഞു വെച്ചത് എവിടെയായിരുന്നു? 2 ലെവലിൽ നമ്മൾ തോറ്റ് തൊപ്പിയിട്ട്. ഇനി തൊപ്പിയിട്ടില്ല, പിന്നെ തോറ്റ്. തൊപ്പിയിട്ട് ജയിച്ചു. എവിടെ ആര്? ആ ചേച്ചി ജയിച്ചു, നദറ ചേച്ചി. ഓക്കെ. ഞാൻ തോറ്റത് കൊണ്ടല്ലേ അവള് ജയിച്ചത്. പക്ഷെ എനർജിക്ക് ഒരു കുറവുമില്ല. എനിവേസ്, മത്സരത്തിൽ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ജനങ്ങളാണ്. കണ്ടിന്യൂ ചെയ്യണോ അതോ പുറത്ത് വേറെ ആൾക്കാർ മിടുക്കരിപ്പുണ്ട്, അവർക്ക് നമുക്ക് അവസരം കൊടുക്കണം. അവസരം കൊടുക്കണ്ടേ? ഇനിയുള്ളവർക്ക് അവസരം കൊടുക്കണ്ടേ? അവസരം കൊടുക്കണ്ടേ? കൈയടിക്ക്. അപ്പൊ ചേച്ചിക്ക് കിട്ടുന്നത് നന്നായിട്ട് ഉണരാൻ 4 വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്. ഒന്നും പറയാത്ത അളിയ എന്താ അവനെ മറ്റേ നമ്മുടെ ചേച്ചി പോയതിന്റെ ഒരു വിഷമം. കാര്യം ഒരു കണ്ടസ്റ്റന്റ് വേണ്ടേ അവൻ ഇനി ചേച്ചിയുടെ വൈബ് ചേട്ടൻ അടിച്ചോന്ന് എനിക്കൊരു ഡൗട്ട്. സന്തോഷമായേനെ. ആ ചേച്ചി ആക്ച്വലി അടിപൊളി ചേച്ചിയായിരുന്നു. ആ ചേച്ചി പോയതിൽ എനിക്ക് അടുത്ത സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ നിൽക്കുന്നതിൽ ആരാണ് ഒരു 2-3 സെന്റൻസ് പറഞ്ഞ് നമ്മുടെ സിബിനെ മോട്ടിവേറ്റ് ചെയ്ത് തിരിച്ച് ഗെയിമിലോട്ട് കൊണ്ടുവരുന്ന അവരെ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. എന്തിനാ സിബിനെ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? അങ്ങ് അടിച്ച് കേറി വാ. നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദി നമ്മൾ തന്നെയാ. വേറെ ആരെങ്കിലും ഉത്തരം പറഞ്ഞ കാര്യമുണ്ടോ? നമുക്ക് വേണ്ട സ്പേസ് നമുക്ക് കണ്ടെത്താം. എന്തിനാ നമ്മൾ വിഷമിക്കണേ? നമ്മളെ അല്ലേ നമ്മളെ ജയിപ്പിക്കുന്നത്. നമ്മൾ ഒരിക്കലും ഒരു ഭാഗത്തും തളരരുത്. നമ്മള് എവിടെയായാലും നമ്മൾ ജയിച്ച് തന്നെ നിക്കണം. എല്ലാം സിബിൻ ചേട്ടാ വിഷമിക്കണ്ട, നമുക്ക് അടിച്ചു പൊളിച്ച് കേറി വരാം. പുതിയൊരു ജീവിതത്തിലോട്ട് വിളിക്കുന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. കുടുംബ കലക്കോടാ നീ. ഈ ഇടയ്ക്ക് തുടങ്ങിയതേ ഉള്ളൂ മര്യാദയ്ക്ക്. ചേട്ടാ, ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സിദ്ധി എന്താന്ന് വെച്ചാൽ അത് മറവിയാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പല ആൾക്കാരുണ്ട്. വിഷമിപ്പിച്ചു പോയ ആൾക്കാരെ മറക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അത് പുതിയൊരു ജീവിതം നമ്മളെ കൊണ്ട് നയിക്കാൻ സാധിക്കും. അങ്ങനെ മറന്ന് ജീവിതത്തിന്റെ പുതിയ സെറ്റപ്പിലോട്ട് കയറി വാ. അങ്ങനെ എന്നെ മോട്ടിവേറ്റ് ചെയ്ത് ഏറൽ വീണ്ടും കയറ്റിയിരിക്കുകയാണ്. അപ്പം വെൽക്കം ടു ദ ഷോ. അപ്പൊ നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ ഇവിടെ എത്തിയ ഓഡിയൻസിനൊക്കെ ഒരു നറുക്കെടുപ്പിലൂടെ സമ്മാനം തരാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. നിഷ. അപ്പോ നിഷയ്ക്ക് കിട്ടുന്നത് ഈസ്റ്റേൺ കറി പൗഡർ നൽകുന്ന ഗിഫ്റ്റ് ഹാമ്പർ ആണ്. ഈസ്റ്റേൺ 5 മിനിറ്റ്സ് കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ സി കവറിലുണ്ട്. ഉറപ്പായിട്ടും നിഷ ട്രൈ ചെയ്യണം. അപ്പോൾ ലെവൽ 3 മുതൽ ഇനി എന്റെ ഒപ്പം യാത്ര ചെയ്യാനും മത്സരിക്കാനും കട്ടക്കി ഇടിച്ചു നിൽക്കാനുമായിട്ട് ഇപ്പോൾ ഒരാള് കൂടെ എത്തിയിട്ടുണ്ട്. പെരിന്തൽമണ്ണക്കാരുടെ അഭിമാനമായ നമ്മുടെ സ്വന്തം അജിത്.
എന്റെ പൊന്ന് അജിത്തെ ഗ്രൗണ്ട് സപ്പോർട്ട് നോക്ക്, ഗ്രൗണ്ട് സപ്പോർട്ട് ഗ്രൗണ്ട് സപ്പോർട്ട് അജിത്ത്. അജിത്ത് പറയൂ, അജിത്ത് എന്താ ചെയ്യുന്നത്? ഇതേ ക്യാമ്പസിൽ അപ്പുറത്തൊരു മോണ്ടി ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഒരു MBA കോളേജ് ഉണ്ട്. ഓക്കെ, അവിടുത്തെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു. സാറാണ്. Yeah, സാറാണ്. അതുകൊണ്ടാണ് ഇത്ര ഫാൻസ്. എന്റെ സ്റ്റുഡൻസ് ആണ് അതെല്ലാം. എന്താ പഠിപ്പിക്കുന്നത്? ഞാനിവിടെ മാർക്കറ്റിംഗ് ആണ് പഠിപ്പിക്കുന്നത്. സാറിന് ഇനി ലഭിക്കാൻ പോകുന്നത് 3ാമത്തെ ലെവലിൽ 15,000 രൂപ വിലമതിക്കുന്ന ഒരു വാഷിംഗ് മെഷീൻ ആണ്. അതിന്റെ ഒപ്പം സാറിന് ലഭിക്കുന്നു കഴിഞ്ഞ മത്സരത്തിലെ 15,000 രൂപയുടെ സമ്മാനങ്ങൾ. 30,000 റുപ്പീസ് ആണ് തേർഡ് ലെവലിൽ സാറിന് കിട്ടാൻ പോകുന്നത്. അല്ല, നമുക്ക് ഇവിടെ ജയിക്കുന്ന ആൾക്ക് കിട്ടാൻ പോകുന്നത്. ജയിക്കുന്ന ആള്. ചേച്ചി, ഓരോ ചപ്പാത്തി ഉണ്ട എടുക്കുക, നമ്മൾ ഇതിൽ വെച്ച് പരത്തുക. പരത്തുന്ന ചപ്പാത്തിയുടെ സൈസ് എന്ന് പറഞ്ഞാൽ കൃത്യം ഈ വട്ടം ഉണ്ടല്ലോ, ഈ കട്ടിംഗ് സൈസ്, ഇതിന്റെ അകത്ത് കൊള്ളണം. 60 സെക്കൻഡ് സമയം കൊണ്ട് ആരാണ് ഏറ്റവും കൂടുതൽ ചപ്പാത്തി പരത്തി എടുക്കുന്നത് അവരായിരിക്കും ജയിക്കുന്നത്. അപ്പൊ നമുക്ക് മത്സരം തുടങ്ങാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഈ സൈസ് മനസ്സിൽ കാണണം. ഈ സൈസ് കറക്റ്റ് വട്ടം ആക്കണം. കറക്റ്റ് വട്ടം. സാറേ ഇത് എന്തുവാ സാറേ? തടവി വിടുവാണോ? തലോടുവാണോ? ചെയ്യണത് ഒരു കൈ വെച്ച്. ചപ്പാത്തി പരത്തലിൽ എക്സ്പെർട്ട് തന്നെയാണ്. അല്ല, ഇത് കുറച്ചുകൂടെ വലുതാക്കണമായിരുന്നു. ഓക്കെ, 3, 2, 1, 0. ടൈം അപ്പൊ ഞങ്ങളുടെ ചപ്പാത്തി 1, 2, ബാക്കി ഉണ്ട് എത്രയുണ്ട് നോക്കിയാ 3, 5 ചപ്പാത്തിയില് വട്ടത്തിൽ ചപ്പാത്തിയും ഒരു ചതഞ്ഞ ഇന്ത്യയുടെ മാപ്പും. ഇത് കറക്റ്റ് റൗണ്ടില് ഇത്ത നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ഷേപ്പ് എല്ലാം തന്നെ. അതിൽ ഒരെണ്ണം മാത്രമേ ഇത് ഇത്രയും കുഞ്ഞായി പോയിട്ടുള്ളൂ. എങ്കിലും അത് നല്ല റൗണ്ട് ആണ്, നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടുത്തെ നോക്കുമ്പം എല്ലാത്തിനും വ്യത്യാസമുണ്ട്. കണ്ടോ? അപ്പൊ അത് വെച്ച് നോക്കുമ്പോ നമ്മുടെ നദി ചേച്ചി തന്നെയാണ് ജയിച്ചിട്ടുള്ളത്. ചപ്പാത്തി പരത്തലിൽ വിജയിച്ചിരിക്കുന്നു നമ്മുടെ ടീം. സ്റ്റെഫി, ആക്ച്വലി നമ്മുടെ നാദി ചേച്ചിയെ പോലെ തന്നെ ഒരു നമ്മളെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു സ്റ്റോറിയെ കൊണ്ട് എന്തൊക്കെയോ പഠിക്കുന്നുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരും പ്ലീസ്. മാർഷൽ ആർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ട്, പിന്നെ ഡാൻസ് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ അഭിനയം അല്ലാതെ വേറെ എന്തൊക്കെയാ ചെയ്യുന്നത്? വേറെ ഞാൻ അഡ്വക്കേറ്റ് ആണ്. അഡ്വക്കേറ്റ് ആണ്, അതായത് സ്വന്തമായിട്ട് തല്ലുണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് വാദിക്കും. അങ്ങനെയല്ല, ഞാൻ ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നു. ഹൈക്കോടതി ഹൈക്കോടതിയിലാണ് നമ്മുടെ പിടി. അങ്ങനെ നമ്മൾ ജാക്ക് പോട്ട് റൗണ്ടിൽ എത്തി നിൽക്കുകയാണ്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ 2 കുടം നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇപ്പൊ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജയിച്ചു നിൽക്കുന്നത് ഇപ്പോ നമ്മുടെ നദി ഡാർലിംഗ് ആണ്. നദി ഡാർലിംഗ്, സോ നദി ഡാർലിംഗിന് തിരഞ്ഞെടുക്കാം ഏത് കുടവാണ് പൊട്ടിക്കേണ്ടതെന്ന്. അജിത് സാറിന് അടിച്ചിരിക്കുകയാണ് 30,000 രൂപ സമ്മാനം. അങ്ങനെ ഞങ്ങളുടെ സാറിന് ലഭിച്ചിരിക്കുന്നു ഇത്രയും നേരം പാവപ്പെട്ട നാദിച്ചി കഷ്ടപ്പെട്ട് നേടിയെടുത്ത 30,000 രൂപ വില മതിക്കുന്ന സമ്മാനങ്ങൾ. കൈയടി. പൊന്ന് സാറേ, ലക്ക് ഫേവേഴ്സ് മീ. അതെ, ഒരു പണിയെടുക്കുക നമ്മൾ അടിച്ചെടുത്ത്. വിജയ്, എന്റെ വിഷമം മാറാനായിട്ട് എന്റെ ഒരു സാധ്യത ഉണ്ടോ? നീ ചേച്ചിയെ ജയിപ്പിച്ചു വരുമെങ്കിൽ അതിങ്ങോട്ട് ചേച്ചിയെ ജയിപ്പിക്കുന്ന കാര്യമൊന്നും അല്ല. നിന്നെ കാണാനും നിന്നോട് സംസാരിക്കാനും നിന്നെ ഒന്ന് സ്പർശിക്കാനുമായിട്ട് നിന്റെ ഒരു കട്ട ഫാൻ ഇവിടെ വന്നിട്ടുണ്ട്. ആ ചേച്ചി ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടെ. ചേച്ചി, ഈ ഒരു സ്നേഹം തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇതിലൂടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു ഒരു ഷോയില് ചാനലില്. അപ്പൊ ഞങ്ങൾക്ക് ഒരു അവസരം തന്നു കാണാനും ചെല്ലണം. അപ്പൊ അങ്ങനെ കണ്ട് കുറെ സീരിയൽ നടന്മാരെ കണ്ടു, വിജയനെ കണ്ടു. മക്കളുണ്ട്, മക്കള് ഫാനാണ്. വിജയ്, നിനക്ക് ഒരു സന്തോഷമായില്ലേ? അപ്പൊ വിജയുടെ കട്ട ഫാനും വിജയും തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിക്കുന്നത് നാളെ ആയിരിക്കും. അതോടൊപ്പം തന്നെ നാളെ ഈ മത്സരത്തിന്റെ 4ാമത്തെ ലെവൽ എലിമിനേറ്റ് ആവാൻ പോകുന്നതും ആരാണ് എന്ന് നമ്മൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ കാത്തിരിക്കണം. അപ്പൊ നാളെ വൈകുന്നേരം 6 മണിക്ക് ഞങ്ങൾ വരുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുക. ഇത് നിങ്ങളുടെ
സ്വന്തം ഷോ മൈ ജി ഫ്യൂച്ചർ അടിച്ച് കേറി വാ, co-branded by KSFE Harmony ചിട്ടികൾ ആൻഡ് സ്പെഷ്യൽ പാർട്ണർ ISSD. നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി പഠിക്കണമെങ്കിൽ ISSD യിൽ പഠിക്കൂ. ആൻഡ് ഹാപ്പി ഗുഡ് നൈറ്റ്.